ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. നോക്കുക, ഇതിൻ്റെ ഹെഡിങ് കോസസ് ഫോർ ദ ഡിസഗ്രിമെൻറ്റ് ഓഫ് എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഡിസഗ്രിമെൻറ്റ്സിന് കാരണമാകുന്ന എന്തൊക്കെ കാരണങ്ങളാണുള്ളത്, അഥവാ ട്രയൽ ബാലൻസിന് എറേഴ്സുകൾ അഥവാ ഡിസഗ്രിമെൻറ്റ് സംഭവിക്കാനുള്ള കാരണങ്ങൾ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഹെഡിൻ്റെ താഴെ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തത് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് വൺ അക്കൗണ്ട്, അഥവാ നമ്മൾ ട്രയൽ ബാലൻസ് തെറ്റാവാനുള്ള ഒരു കാരണമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഡുവൽ ആസ്പെക്ട്സ് ആണ്, രണ്ട് ഭാഗങ്ങളുണ്ടാവും, ക്രെഡിറ്റും ഡെബിറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ നമ്മൾ പോസ്റ്റ് ചെയ്യാം ഒമിഷൻ നടന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് വിട്ടുപോയി എന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണ് അല്ലേ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രം പോസ്റ്റ് ചെയ്ത് മറ്റേ അക്കൗണ്ടിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസീവ്ഡ് ഫ്രം അലീൻ്റെ അടുത്ത് നമ്മൾ 200 രൂപ നമ്മൾ കിട്ടി, അലിൻ്റെ അടുത്ത് നിന്ന് 200 രൂപ കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ എന്താ ചെയ്യുക, അലിൻ്റെ അടുത്ത് 200 രൂപ കിട്ടിയെങ്കിൽ അലിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ചെയ്യേണ്ടത് അലിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു, മറ്റേ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു തെറ്റാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഇപ്പോൾ ലെഡ്ജറൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോവുക, മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ഡബിൾ പോസ്റ്റിംഗ് വൺ അക്കൗണ്ടാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞത് നമ്മൾ ക്യാഷാണ് കിട്ടിയത്, അപ്പോൾ ക്യാഷ് ബുക്കിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്, അലിൻ്റെ അക്കൗണ്ടിലല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മാറിയിട്ട് ഒന്നിൽ പോസ്റ്റ് ചെയ്തിട്ട് മറ്റേതിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മാറിയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് വൺ അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡബിൾ പോസ്റ്റിംഗ് ആണ്, അഥവാ ക്രെഡിറ്റ് സൈഡിലോ ഡെബിറ്റ് സൈഡിലോ നമ്മൾ 2 പ്രാവശ്യം ഡബിളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഡബിൾ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ബാലൻസിങ് തെറ്റുമെന്നുള്ളത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് അധികമായിട്ട് ഉള്ള ഒരു എമൗണ്ട് വരും. സോ അങ്ങനെയുള്ള തെറ്റാണ് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോക്കാം, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റിംഗ് റോങ് സൈഡ് അക്കൗണ്ട്, അഥവാ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതാണ് റോങ് സൈഡിൽ മാറിയിട്ട് പോസ്റ്റ് ചെയ്യുക. അതൊരു തെറ്റായിട്ട് മാറും, അത് നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് എമൗണ്ട് നമ്മൾ തെറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. റോങ് എമൗണ്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ 50 രൂപ എന്നുള്ളിടത്ത് 500 രൂപ കൊടുക്കുക, അങ്ങനെയൊക്കെ തെറ്റായിട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതും നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ 200 രൂപ ഉള്ളിടത്ത് 100 രൂപ എഴുതിയ 100 രൂപ അവിടെ ലോവറായിട്ട് കാണിക്കൂലേ. സോ അങ്ങനെ വരും. നെക്സ്റ്റ് 5-മത്തത് ടോട്ടൽ ഇൻ എ സബ്സിഡിയറി ബുക്കാണ്. സബ്സിഡിയറി ബുക്ക് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ അത് റോങ് ആയിട്ട് സംഭവിക്കുക, തെറ്റിയിട്ട് ടോട്ടൽ ചെയ്യുക, അങ്ങനെ വരുമ്പോഴും നമ്മുടെ ട്രയൽ ബാലൻസിനെ അത് ബാധിക്കും. നെക്സ്റ്റ് സബ്സിഡിയറി ബുക്കിൽ ടോട്ടൽ ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസ് ഒക്കെ എഴുതുമ്പോൾ അത് മറന്നു പോവുക, വിട്ടുപോവുക. അങ്ങനെയുള്ള ടോട്ടൽ സബ്സിഡിയറി അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കിൻ്റെ ടോട്ടൽ എഴുതാൻ വിട്ടുപോകുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 7-മത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ബാലൻസിങ്, അഥവാ ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോഴോ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുമ്പോഴോ തെറ്റായിട്ട് ബാലൻസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ശ്യാമിൻ്റെ അക്കൗണ്ട്സിൽ ടോട്ടൽ ഇതിപ്പോൾ 1300 കിട്ടിയത്, പക്ഷേ 1100 നമ്മൾ എഴുതി കൊടുത്തത്. അപ്പോൾ നമ്മളവിടെ ടോട്ടൽ ചെയ്ത എമൗണ്ട് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ചു, മനസ്സിലായല്ലോ. അപ്പോൾ 200 രൂപ അവിടെ
എന്താണ് അവിടെ ഡിഫറൻസ് ആയിട്ട് വന്നു എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കും. നെക്സ്റ്റ് ട്രയൽ ബാലൻസിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വിട്ടുപോകുക കേട്ടോ. ട്രയൽ ബാലൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്കൗണ്ട് വിട്ടുപോകുക, അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാം. ദെൻ നെക്സ്റ്റ് 9ാമത്തെ പറയുന്നത് ട്രയൽ ബാലൻസിൽ തന്നെ നമ്മൾ ക്രെഡിറ്റും ഡെബിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് എഴുതാം, സൈഡ് മാറിയിട്ട് എഴുതാം. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ട്രയൽ ബാലൻസിൽ ടോട്ടൽ ചെയ്യുമ്പോൾ അത് മാറുക, ടോട്ടൽ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് ടോട്ടൽ ചെയ്യുക. ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ട് ട്രയൽ ബാലൻസിൽ ഡിസഗ്രിമെൻറ്റ് സംഭവിക്കാം. ക്ലിയർ ആയല്ലോ? അതാണ് ഈ പറഞ്ഞത്. ഈ 10 കാരണങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലൊക്കേറ്റിംഗ് എറേഴ്സ് വെൻ ദ ട്രയൽ ബാലൻസ് ഡിസഗ്രീസ് ആണ്. അഥവാ ഇങ്ങനെ ഡിസഗ്രീസുകൾ വരുമ്പോൾ അതിൻ്റെ തെറ്റുകളെ നമുക്ക് എങ്ങനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. 1ാമത്തെ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. അത് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈക്വൽ ആവാത്ത അവസ്ഥ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, 1ാമത്തത്. 2ാമത്തത് ഇനി അഥവാ ഈക്വൽ അല്ലെങ്കിൽ എത്രയാണ് ഡിഫറൻസ്, അത് എക്സാക്റ്റ് എമൗണ്ടായിട്ട് കണക്കാക്കുക. ഇപ്പം വെറുതെ ഏകദേശം അത്രണ്ട് എന്ന് പറയാണ്ട് എക്സാക്റ്റ് എമൗണ്ട് നമ്മൾ ആ ഡിഫറൻസ് കണ്ടെത്തുക. ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒരു അളവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അതിൽ തന്നെ 3 രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ട്രയൽ ബാലൻസിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഒമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഈക്വൽ നമ്മൾ ഡിഫറൻസ് കിട്ടിയാലോ ആ ഡിഫറൻസിന് തുല്യമായിട്ടുള്ള എമൗണ്ട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടോ നോക്കുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഡിഫറൻസ് വന്നതിൻ്റെ ഹാഫ് പോർഷൻസ് എടുത്തിട്ട് എവിടെയെങ്കിലും ഉണ്ടോ കിടക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഈ 3 രീതിയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് 3ാമത്തെ പറയുന്നത് സി പറയുന്നത് ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എല്ലാ അക്കൗണ്ട്സുകളും കൃത്യമായിട്ട് ഉണ്ടോ ഉള്ളത് ചെക്ക് ചെയ്യുക. ഓൾ അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഡി പറയുന്നത് സൺട്രി ഡെബ്റ്റേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെയും ലിസ്റ്റുകൾ ടോട്ടൽ ലിസ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ ഈയിൽ പറയുന്നത് നമ്മുടെ ലെഡ്ജേഴ്സിൻ്റെ എല്ലാ അക്കൗണ്ട്സിൻ്റെയും അഥവാ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ബാലൻസും ടോട്ടലും നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രം അതിൻ്റെ ബാലൻസാണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ ലെഡ്ജേഴ്സ് അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ടോട്ടൽ ചെയ്യുന്നത് ചെക്ക് ചെയ്യുക. സബ്സിഡി ബുക്കിൽ പോസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ടോട്ടലും നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ട്രയൽ ബാലൻസിൽ ഡിഫറൻസ് വന്നല്ലോ, ആ ഡിഫറൻസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്താണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ബാലൻസ് ബ്രോഡൗണും ബാലൻസ് ക്യാരി ഡൗണും ഒക്കെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഒക്കെ നമ്മൾ കറക്റ്റ് എമൗണ്ട് തന്നെയല്ലേ എഴുതിയത് നോക്കുക. ദെൻ അതുപോലെ വേരിയസ് അക്കൗണ്ട്സിൽ വരുന്ന ഓപ്പണിംഗ് ബാലൻസുകൾ ഉണ്ടാവും, അത് കറക്റ്റായിട്ട് തന്നെയല്ലേ എൻ്റർ ചെയ്തത് നോക്കുക. ദെൻ വെരിഫൈ ചെയ്യാം. ദെൻ അതുപോലെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ബാലൻസസുകൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് അതും ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എറേഴ്സുകൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എറേഴ്സ് നോട്ട് ഡിസ്ക്ലോഷർ ബൈ ട്രയൽ ബാലൻസ്. എന്തൊക്കെ എറേഴ്സുകളാണ്? ഇനി നമുക്ക് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത അക്കൗണ്ടിങ് തെറ്റുകളെയാണ് നമ്മൾ അക്കൗണ്ടിങ് എറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൂഫിൻ്റെ ബേസിലാണ്
അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. എറേഴ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മളെ ജേർണലും ലെഡ്ജറും ശരിയായാൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസും ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന എറേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാമെന്ന്. പ്രധാനമായിട്ടും 4 എറേഴ്സുകളാണുള്ളത്. അപ്പോൾ ഈ 4 എറേഴ്സിൽ തന്നെ പ്രത്യേകിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 2 എറേഴ്സുകളായിട്ടാണ്. ഒന്ന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും ദെൻ എറേഴ്സ് ഓഫ് ക്ലറിക്കലുമാണ്. അപ്പോൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എറേഴ്സാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകൾ നമ്മൾ പാലിക്കാണ്ട് നമ്മൾ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അപ്പോൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ അക്കൗണ്ട് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിന് കുറച്ച് റൂൾസും റെഗുലേഷൻസുകളൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ക്രെഡിറ്റ് പർച്ചേസസുകൾ മാത്രമാണ് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ക്യാഷിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ബുക്കിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിലും ഫിക്സ്ഡ് അസറ്റുകൾ നമ്മൾ ഒരിക്കലും പർച്ചേസ് ബുക്കിൽ നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫിക്സ്ഡ് അസറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പർച്ചേസ് ബുക്കിനെ ബാധിക്കുന്നില്ല. അത് ജേർണൽ പ്രോപ്പറിലാണ് കൊടുക്കാറുള്ളത്, നമ്മൾ പഠിച്ചതാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തത് ജേർണൽ പ്രോപ്പറിൽ അല്ലാണ്ട് പർച്ചേസ് ബുക്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് എറേഴ്സ് ആണ്. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മിഷനറി റിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. കാരണം മിഷനറി നന്നാക്കിയാലുള്ളൂ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതിന് പകരം നമ്മളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാക്കി മാറ്റി എഴുതിയാൽ അതെന്താണ്, തെറ്റാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സാലറി പെയ്ഡ് ടു ശ്യാമാണ് അല്ലേ. സാലറി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്യാം സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷാണ് അവിടെ വരിക. അപ്പം ഇങ്ങനെ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ശ്യാമിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ശരിയല്ല, അത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സുകളാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് രണ്ടാമത്താണ് എറേഴ്സ് ഓഫ് ഒമിഷന്. ദെൻ മൂന്നാമത്തെ എറേഴ്സ് ഓഫ് കമ്മീഷന്, ദെൻ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ 3 എറേഴ്സുകളാണ് ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് മാറി മാറി കൊടുത്തിട്ടില്ല എന്നുള്ളൂ. അപ്പം ക്ലറിക്കൽ എറേഴ്സുകളാണ് ഈ 3 രണ്ടാമത്തത് എറേഴ്സ് ഓഫ് ഒമിഷന്. എറേഴ്സ് ഓഫ് ഒമിഷന് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുകയോ അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് വിട്ടുപോകുക ചെയ്യുക, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. വിട്ടുപോകുക എന്നുള്ളതാണ് ഒമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഒരു മിഷനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി അല്ല ക്യാഷ് അല്ലേ, ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട്സിൽ കാണിച്ചു, ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചില്ല. ഇത് പാർഷ്യലിയാണ്. ഇത് രണ്ടോടത്തും കാണിക്കാതെ നിൽക്കുമ്പോൾ അത് എന്താണ്, കംപ്ലീറ്റ്ലിയാണ്. അപ്പോൾ എവിടെയും കാണിക്കാതിരിക്കുമ്പോൾ അത് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷനാണ്. ഇനി ഒരു അക്കൗണ്ടിൽ മാത്രം കാണിച്ചതെങ്കിൽ അത് എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷനാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് ശരിക്കും കേട്ടോ. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ കമ്മിറ്റഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. ഇപ്പം 500 രൂപ എഴുതേണ്ടടുത്ത് 50 രൂപ എഴുതുക, 120 രൂപ എഴുതേണ്ടടുത്ത് 1200 രൂപ എഴുതുക. അങ്ങനെ നമ്മൾ മിസ്റ്റേക്ക് സംഭവിക്കുക. നമ്മളറിയാതെ ചെയ്തു പോകുന്ന തെറ്റാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. കാരണം നമ്മൾ തെറ്റ് എൻട്രി ചെയ്യല്ല, എഴുതിയപ്പോൾ തെറ്റായി പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാരി ഫോർവേഡ് റോങ് ആയിട്ട് ചെയ്യുക, ബാലൻസ് ചെയ്യുന്നത് തെറ്റായി പോവുക, ടോട്ടലി ചെയ്യുന്നത് തെറ്റായി പോവുക, ഡബിൾ പോസ്റ്റിംഗ് നടത്തുക, ഇതൊക്കെ എന്താണ്, എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. നെക്സ്റ്റ് നോക്കുക, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തെറ്റ് മറ്റൊരു തെറ്റിനെ കൊണ്ട് മാറ്റുക എന്നുള്ളത്, കോമ്പൻസേറ്റ് ചെയ്യുക. ഒരു തെറ്റ് മറ്റൊരു തെറ്റുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എറേഴ്സ് ഓഫ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം രാമിന് നമ്മൾ 400 രൂപ കൊടുക്കാനുണ്ട് 400 രൂപ, പക്ഷേ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തത് 40 രൂപയാണ്. മനസ്സിലായോ? ഇനി ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് 400 രൂപ കിട്ടാണ്ട്
അപ്പം നമ്മൾ 40 രൂപ കിട്ടാനുള്ളടത്ത് നമ്മൾ 400 രൂപ എഴുതിയത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസായി, എഴുതിയെടുത്തുള്ള മിസ്റ്റേക്കാണ്. പക്ഷേ ഒരു തെറ്റ് മറ്റൊരു തെറ്റിനെ കോമ്പൻസേറ്റ് ചെയ്തു. 40 രൂപ കിട്ടാനുള്ളടത്ത് 400 രൂപ എഴുതി, പിന്നെ 40 രൂപ കൊടുക്കാനുള്ളടത്ത് അവിടെ 400 രൂപ എഴുതി. അപ്പോൾ കിട്ടിയതും കൊടുത്തതും സെയിം ആയിട്ട് മാറി. അപ്പോൾ ഈ എമൗണ്ട് കറക്റ്റായി, ഈക്വലായി. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ.